ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കുറ്റവാളികൾക്കും അനധികൃത കെട്ടിടങ്ങൾക്കും നേരെ ബുൾഡോസർ ഇറക്കിയപ്പോൾ മനുഷ്യാവകാശം പറഞ്ഞു കരഞ്ഞവർക്കുള്ള സുപ്രീം കോടതിയുടെ കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതെ, രാജ്യമെമ്പാടുമുള്ള അനധികൃത നിർമ്മാണങ്ങൾക്കും ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയുള്ള വാണിജ്യ പ്രവർത്തനങ്ങൾക്കുമെതിരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ കർശന ഉത്തരവ് നൽകിയിരിക്കുകയാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം. ഇതോടെ ഡൽഹി, പാറ്റ്ന, ലക്നൌ തുടങ്ങിയ നഗരങ്ങളിലെ അനാസ്ഥക്കാരായ ഉദ്യോഗസ്ഥർക്ക് കുരുക്ക് മുറുകിയിരിക്കുകയാണ്. ഡൽഹിയിലെ ഒരു ഹോട്ടലിലും ലക്നൌവിലെ കോച്ചിംഗ് സെന്ററിലും ഉണ്ടായ ദാരുണമായ തീപിടുത്തങ്ങൾക്ക് യഥാർത്ഥ കാരണം ഇത്തരം അനധികൃത നിർമ്മാണങ്ങളാണെന്ന ജസ്റ്റിസുമാരായ അഹ്സനുദ്ദീൻ അമാനുല്ല, ആർ മഹാദേവൻ എന്നിവരുടെ ബെഞ്ച് കൃത്യമായി ചൂണ്ടിക്കാട്ടി. ഡൽഹിയിലെ കെട്ടിടങ്ങളുടെ സുരക്ഷാ പരിശോധനയ്ക്ക് IIT വിദഗ്ധരുടെ സമിതിയെ നിയോഗിക്കാൻ കഴിഞ്ഞ മാസം കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഒരു നടപടിയും എടുക്കാതെ സർവേ ജോലി പോലും തുടങ്ങാതിരുന്ന ഡൽഹിയിലെ MCD, NDMC മുനിസിപ്പൽ അധികൃതരെ കോടതി അക്ഷരാർത്ഥത്തിൽ പൊളിച്ചടുക്കി. പാറ്റ്നയിലാകട്ടെ 26,000-ലധികം ചട്ടലംഘനങ്ങളാണ് സർവേയിൽ കണ്ടെത്തിയത്. എന്നാൽ 4 വർഷം പദവിയിലിരുന്നിട്ടും വെറും 500 കേസുകളിൽ മാത്രം പേരിന് നടപടിയെടുത്ത മുൻ മുനിസിപ്പൽ കമ്മീഷണർ പരാശറിന് കോടതി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. ഈ അനാസ്ഥയ്ക്ക് നിങ്ങളുടെ പേരിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കാതിരിക്കണം എന്നാണ് കോടതി രൂക്ഷമായി ചോദിച്ചത്. ഇതിനു പുറമെ ഡൽഹിക്ക് സമാനമായി ലക്നൌവിലും സർവേ നടത്തി ഉടനടി നടപടിയെടുക്കാൻ വികസന അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോടതി. ചുരുക്കത്തിൽ, നിയമം ലംഘിച്ച് കെട്ടിടം പണിതവർക്കും അതിന് കൂട്ടുനിന്ന അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കും ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. അനധികൃത നിർമ്മാണങ്ങൾക്ക് നേരെ ഒത്തുതീർപ്പില്ലാത്ത നടപടിയെടുക്കണമെന്ന സുപ്രീം കോടതിയുടെ ഈ കർശന നിലപാട് വരും ദിവസങ്ങളിൽ രാജ്യമെമ്പാടും വലിയ തോതിലുള്ള ബുൾഡോസർ നടപടികൾക്കും കെട്ടിടങ്ങൾ സീൽ ചെയ്യുന്നതിനുമൊക്കെ വഴിവെക്കും. യോഗി മോഡലിന് പരമോന്നത കോടതിയുടെ പച്ചക്കൊടി കൂടിയായതോടെ ഇനി രാജ്യമെങ്ങും ബുൾഡോസറുകളുടെ ഇരമ്പൽ നമുക്ക് കേൾക്കാം. ന്യൂസ് ഡെസ്ക് മലയാളം.